ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്ന വാക്കുകൾ തീർച്ചയായും കടുപ്പമുള്ളവയാണ്. നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകൾ പണിയുന്നു, എന്നാൽ അവരുടെ രക്തത്തിനുള്ള ഉത്തരവാദിത്വം നിങ്ങളാണ്. ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ കാലത്ത് മതജീവിതത്തിൽ ഉന്നത സ്ഥാനക്കാരായിരുന്നവർ. അവർ ദൈവത്തിൻ്റെ നിയമം പഠിക്കുകയും സമൂഹത്തെ നയിക്കുകയും ചെയ്തവരാണ്. എന്നാൽ യേശുവിൻ്റെ വിമർശനം അവരുടെ ഉള്ളിൽ വലിയൊരു മനോഭാവത്തെയാണ് കാണിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ആത്മാവിനേക്കാൾ അവർ നിയമത്തിൻ്റെ അക്ഷരത്തോട് അധികമായി ചേർന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ മതനിയമത്തെ മാത്രം ദൈവത്തിൻ്റെ സ്ഥാനത്ത് വയ്ക്കുമ്പോൾ മനുഷ്യൻ ആത്മീയമായിട്ട് അന്ധതയിലേക്ക് പോകുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടലാണ്. യേശു പറയുന്ന നിങ്ങൾക്ക് ദുരിതം എന്നത് ശാപമല്ല, നമ്മൾ ഇന്നലെയും കേട്ടു, മറിച്ചൊരു ഉണർവിൻ്റെ വിളിയാണ്. ദൈവം ശിക്ഷിക്കാനല്ല, മാറ്റത്തിനായിട്ടാണ് സംസാരിക്കുന്നത്. ഈ വാക്കുകൾ ക്രിസ്തുവിൻ്റെ നീതിയും ദൈവസ്നേഹവും ഒരുമിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. നീതി ആവശ്യപ്പെടുന്നത് പാപത്തെ വെളിപ്പെടുത്താനാണ്, പക്ഷേ സ്നേഹം ആവശ്യപ്പെടുന്നതോ പാപിയെ തിരിച്ചു നേടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ഈ വിമർശനം വിമോചനത്തിൻ്റെ ദൈവവാക്കായിട്ട് മാറുന്നേ. അവൻ വെളിച്ചം തെളിയിക്കുമ്പോൾ ഇരുട്ട് പ്രകാശത്തിൽ ഇല്ലാതാകും. എന്നാൽ അവൻ്റെ ലക്ഷ്യം മനുഷ്യനെ ഉണർത്തലാണ്. ഇന്ന് ലോകവും ഇതേ സത്യത്തിനിടയിൽ നിൽക്കുന്നവരാണ്. നാം പലപ്പോഴും വിശ്വാസത്തിൻ്റെ പുറം ചട്ടങ്ങളിൽ മാത്രം ഇങ്ങനെ അഭിമാനം കൊള്ളുന്നു. നമ്മളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഈ ആചാരങ്ങൾ, ആരാധനകൾ, മതരൂപങ്ങൾ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദൈവവചനത്തിൻ്റെ ജീവനില്ലെങ്കിൽ അത് ഈശോ ചൂണ്ടിക്കാട്ടുന്ന കപടതയിലേക്കാണ് നയിക്കുന്നത്. ഇന്നത്തെ സമൂഹം സത്യത്തെ അനുകൂലമല്ലാതാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. നീതിയോടും സത്യവുമായുള്ള വാക്കുകൾ ഉയർത്തുന്നവർ സമൂഹത്തിൽ വിചിത്രരായി തോന്നുന്നു. പക്ഷേ ക്രിസ്തു നമ്മോട് ചോദിക്കുന്നു, നീ പ്രവാചകന്മാരുടെ കല്ലറ പണിയുന്നവനോ അതോ അവരുടെ ആത്മാവിനൊപ്പം ജീവിക്കുന്നവനോ? ഈ രണ്ടു ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത്, നാം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണോ അതോ അതിനെ മറച്ചു വയ്ക്കുന്നവരാണോ? യേശു വിമർശനം അവസാനിപ്പിക്കുന്നില്ല. അവൻ്റെ കുരിശ് തന്നെയാണ് അവൻ്റെ മറുപടി. അവനെ നിരസിച്ചവർക്കായാണ് അവൻ തൻ രക്തം ചിന്തിയതെന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ്റെ പാപത്തെ വെളിപ്പെടുത്തുമെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അതിനെ വീണ്ടെടുക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ദുരിതം എന്ന വാക്കിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഈശോ പ്രയോഗിക്കുന്ന തിരിച്ചു വാ എന്ന ദൈവവിളിയല്ലേ? എൻ്റെ വിശ്വാസം വെറും ആചാരങ്ങളിലോ നിയമങ്ങളിലോ നിൽക്കുന്നതാണോ? ദൈവത്തിൻ്റെ വാക്ക് എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടോ? യേശുവിൻ്റെ വാക്കുകൾ എന്നെ ഉണർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അതിനെ നിരസിക്കുന്നുണ്ടോ? ഇന്ന് യേശു നമ്മുടെ ജീവിതത്തിലേക്കും സമൂഹത്തിലേക്കും അതേ ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. നിങ്ങൾക്ക് ദുരിതം എന്നത് ശിക്ഷയല്ല, ഉണർവാണ്. അത് സത്യത്തിലേക്കുള്ള ഉണർവ്.